വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ നാം പ്രവേശിക്കുകയാണ്. 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗത്തിലൂടെ ഭഗവാൻ നമുക്ക് സത്വരജ തമോ ഗുണങ്ങളെക്കുറിച്ച് ഉപദേശിച്ചു. 15-ാം അധ്യായം പുരുഷോത്തമ യോഗത്തിലൂടെ പരമാത്മാവ് എങ്ങനെയാണ് ഓരോരോ ശരീരത്തിലും ജീവാത്മാവായ ഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്നു. ഇനി 16-ാം അധ്യായത്തിൽ സത്വരജ തമോ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന മാനസിക സംസ്കാരം അല്ലെങ്കിൽ മനോനിലയെയാണ് വിവരിക്കുന്നത്. ഈ മനോനിലയെ ദൈവീ സമ്പത്ത് എന്നും ആസുരീ സമ്പത്ത് എന്നും രണ്ടായി വിവരിച്ചിരിക്കുന്നു. മനുഷ്യൻ സത്വരജ തമോ ഗുണങ്ങൾക്കനുസരിച്ച് മാനസികമായി ഏത് നിലയിൽ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. സദാചാരികളുടെയും ദുരാചാരികളുടെയും മാനസിക നിലയെ താരതമ്യപ്പെടുത്തുന്നു. ദൈവീ സമ്പത്തുള്ളവരുടെ ഉത്കൃഷ്ടമായ മാനസിക നിലയെ ആദ്യമായി വിവരിക്കുന്നു. സത്വഗുണസമ്പന്നരാണ് ഈ ദൈവീ സമ്പത്തുള്ളവർ. അവർക്ക് ഭയമില്ലായ്മ, അന്ധകരണശുദ്ധി, പരമാത്മാവിനെ അറിയാനുള്ള ജ്ഞാനയോഗം, ജീവകാരുണ്യം ഹേതുവായി ശക്തിക്കനുസരിച്ച് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള മനോഭാവം, മനസ്സിൻ്റെ അടക്കം അതായത് ദമം, ധ്യാനം, പൂജ മുതലായ യജ്ഞങ്ങൾ നിരന്തരം ചെയ്യാനുള്ള കഴിവ്, ഉള്ളിലെ ആത്മചൈതന്യത്തെ അറിയാനുള്ള പഠനം അതായത് സ്വാധ്യായം, മനോവീര്യം പാഴായി പോവാതെ ആത്മചൈതന്യത്തിൽ ഉറപ്പിക്കാനുള്ള കഴിവ്, സത്യസന്ധത, ഈ ഗുണങ്ങളെല്ലാം സദാചാര നിരതരായവർക്കുണ്ടാകുന്ന ഗുണങ്ങളാണ്. ഈ മാനസിക നിലയുടെ അടിസ്ഥാനം സത്വഗുണസമ്പന്നത തന്നെയാണ്. ജ്ഞാനം തെളിഞ്ഞു മിന്നി തുടങ്ങുന്നവർക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ലായ്മയും നിഷ്കളങ്കമായ മനഃശുദ്ധിയും വിഷയസുഖങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ സുശക്തമായ മനസ്സും നമ്മിൽ ധാരാളമായി ഇരിക്കുന്ന കാര്യങ്ങളെ ഭഗവാൻ നമുക്ക് ധാരാളമായി തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സന്മനോഭാവത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സന്മനസ്സും, ഇന്ദ്രിയ നിയന്ത്രണവും, പൂജായജ്ഞം ഇവയിലൂടെ ആത്മാവിനെ അറിയാനുള്ള നിരന്തര ശ്രമം, ഇങ്ങനെയുള്ള പാവന ഗുണങ്ങൾ ഇവരിൽ നിറയുന്നു. അഹിംസ അതായത് പരദ്രോഹം ചെയ്യാതിരിക്കൽ, ത്യാഗമനോഭാവം, ശാന്തവും പ്രസന്നവുമായ ചിത്തം, ഹിതവും ഹൃദ്യവുമായ സംഭാഷണം, ആത്മനിയന്ത്രണം ഇവയെല്ലാം ആധ്യാത്മിക നിഷ്ഠനായവർക്ക് അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വികസിച്ച് വരുന്ന ഗുണങ്ങളാണ്. അവരുടെ മനോബുദ്ധികൾ അന്തരാത്മാവിലുറച്ച് ഏകാഗ്രമായി തീരുന്നു. എല്ലാ ജീവാത്മാക്കളിലും ഒരേ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്നറിഞ്ഞ് എല്ലാവരിലും ദയയും സ്നേഹവും ചൊരിയാൻ അവർക്ക് സാധിക്കും. ഇതെല്ലാം മഹാത്മാക്കൾക്ക് ആധ്യാത്മിക സംസ്കാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഗുണങ്ങളാണ്. ഈ വിധത്തിൽ ദൈവീ സമ്പത്തിനെ ആർജിച്ചവർക്ക് വിശ്വപ്രേമം പ്രകടിപ്പിക്കുന്ന കണ്ണുകളും നിരന്തരമായ ശാന്തിയും ഇളക്കമില്ലാത്ത മനോബുദ്ധികളും ഉറച്ച മനോധൈര്യവും സ്വഭാവശുദ്ധി, ഞാനെന്ന അഭിമാനമില്ലായ്മ, മറ്റുള്ളവർക്ക് സഹായവും നന്മയും ചെയ്യാനുള്ള വിശാലമായ മനസ്സ്, നിയന്ത്രണത്തോടുകൂടിയ ഇന്ദ്രിയങ്ങൾ, ഈ സദ്ഗുണങ്ങളെല്ലാം ക്രമേണ വികസിച്ചു വരുന്നു.
ഈ ഗുണങ്ങളെ താഴെയുള്ള 3 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിച്ചിരിക്കുന്നു. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായതപ ആർജവം അഹിംസാ സത്യമക്രോധഃ ത്യാഗശാന്തിരവൈശുനം ദയാഭൂതേഷു അലോലുപ്ത്വം മാർദ്ദവം ഹ്രീരചാപലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാദിമാനിതം ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരതാം. ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളോടുകൂടി ജീവിക്കുന്നവർക്ക് സദാചാരനിഷ്ഠയിലൂടെ ആത്മശക്തി ഉള്ളിൽ ശേഖരിക്കാനും അത് ആധ്യാത്മസാധനയ്ക്ക് ക്രമമായി ഉപയോഗിക്കാനും സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഈ 26 ജീവിത മൂല്യങ്ങൾക്കനുസരിച്ചുള്ള ധാർമ്മികമായ ജീവിതമാണ് ധന്യം എന്ന് പറഞ്ഞ് ഇവിടെ ഭഗവാൻ ദൈവീ സമ്പത്തുള്ളവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ പൂർത്തിയാക്കുന്നു. തുടർന്ന് ആസുരീ സമ്പത്ത് ഉള്ളവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ തുടങ്ങുന്നു. നമുക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.